സ്വർണത്തിന് പൊന്നിൻ വില തൊട്ടാൽ പൊള്ളുന്ന വിലയുമായി ഈ കുതിപ്പ് എവിടേക്ക്? എന്തുകൊണ്ട് സ്വർണ്ണവില കൂടുന്നു? പരിശോധിക്കാം. സ്വർണം പവന് ഇന്നത്തെ വില 63,440 രൂപ. 4 ആഴ്ചക്കിടെ 1000 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. ഗ്രാമിന് 25 രൂപ കൂടി വില 7,930 രൂപയായി. പവന് 200 രൂപ വർദ്ധിച്ച് 63,440 രൂപ. രണ്ടും സർവകാല റെക്കോർഡ്. പവന് 63,000 രൂപയും ഗ്രാം 7,900 രൂപയും മറികടന്നത് ചരിത്രത്തിലാദ്യം. 18 ക്യാരറ്റ് സ്വർണ്ണവിലയും ഇന്ന് 15 രൂപ കയറി 6,550 രൂപയെന്ന എക്കാലത്തെയും ഉയരത്തിലായി. വെള്ളിയും മുന്നേറുകയാണ്. ഗ്രാമിന് 106 രൂപയിലാണ് വ്യാപാരം. ഇങ്ങനെയെങ്കിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഇന്ന് കേരളത്തിൽ 68,000-ലധികം രൂപ നൽകണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത് മുതൽ സ്വർണ്ണവിലയിലെ ആശങ്ക ഉയർന്നു തുടങ്ങിയിരുന്നു. സ്വർണ്ണവിലയിലെ ഈ കുതിപ്പ് ഏറെ വൈകാതെ തന്നെ 80,000 രൂപയിലെത്തുവാനുള്ള സാധ്യതകളും സാമ്പത്തിക വിദഗ്ധർ പരിഗണിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് നിലവിലെ കുതിപ്പിനുള്ള കാരണം. അധികാരത്തിലേറി ഏറെ വൈകാതെ മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തി ട്രംപ് തന്റെ വ്യാപാര യുദ്ധം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ട്രംപും കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും തമ്മിൽ നടന്ന 11 മണിക്കൂറിലെ ചർച്ചകൾക്കൊടുവിൽ കനേഡിയൻ, മെക്സിക്കൻ ഇറക്കുമതികൾക്ക് 25% തീരുവ ഏർപ്പെടുത്താനുള്ള പദ്ധതി അമേരിക്ക ഒരു മാസത്തേക്ക് മാറ്റിവെച്ചു. എന്നാൽ ചൈനയ്ക്ക് ഈ ഇളവ് നൽകിയില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതോടെ ബീജിംഗിൽ നിന്നും പ്രതികാര നടപടികളുണ്ടായി. ട്രംപിന്റെ നീക്കത്തെ അതേ നാണയത്തിൽ US ഇറക്കുമതിക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തി ചൈന തിരിച്ചടിച്ചതോടെ വീണ്ടും ഒരു ചൈന US വ്യാപാര യുദ്ധത്തിന് വഴി തുറന്നു. രൂപയുടെ മൂല്യത്തകർച്ചയും ആഗോളതലത്തിലൊരു വ്യാപാര യുദ്ധവും വഴി തുറന്നതോടെ ഇന്ത്യ അടങ്ങുന്ന പല രാജ്യങ്ങൾക്കും സാമ്പത്തികമായി തിരിച്ചടിയാകുമെന്ന ആശങ്കയും സ്വമേധയാ ഉയർന്നു. ഇതോടെ പ്രതിസന്ധി കാലത്ത് ഏറ്റവും സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിൽ നിക്ഷേപകരുടെ എണ്ണം കൂടുകയും ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് നിക്ഷേപകരുടെ തിരക്ക് വർദ്ധിച്ചതും രാജ്യാന്തരത്തിൽ തന്നെ വില കുതിക്കാൻ കാരണമായി.